ഹായ് ഗൈസ്. നാട്ടിൽ നിന്ന് നിങ്ങൾ ഫ്രാൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഏജൻസികളെ സമീപിക്കുമ്പം അവർ പറയുന്ന കുറച്ച് തെറ്റായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് ഒന്നാണ് അവർ പറയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് മതി ഫ്രാൻസിൽ പോകാൻ. ഒന്നാമത് IELTS കാര്യങ്ങളോ ഒന്നും വേണ്ട, അപ്പോൾ ജസ്റ്റ് കോളേജിൻ്റെ അഡ്മിഷൻ എടുത്താൽ മതി, ഇംഗ്ലീഷ് മതി എന്ന് പറയും. പക്ഷേ ഇവിടെ വന്നാൽ ഇവിടെ വരാൻ ഇംഗ്ലീഷ് മതി, ശരി തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പോരാ, ഫ്രഞ്ച് വേണം. ഇവിടെ ജീവിക്കണമെങ്കിലും ഇവിടെ ജോലി ചെയ്യണമെങ്കിലും എല്ലാം ഫ്രഞ്ച് എന്തായാലും വേണം. ഫ്രഞ്ച് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകും, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പറയുന്ന കാര്യമാണ്, നമുക്കിപ്പം മാസ്റ്റേഴ്സ് ഇപ്പോൾ 2 വർഷമാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് 2 കൊല്ലം സ്റ്റേ ബാക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടി 1 കൊല്ലം കൂടി കഴിയുമ്പം നിങ്ങൾക്ക് PR കിട്ടുന്നതാണ് കുറേ ഏജൻസികൾ പറയുന്നത്. അങ്ങനത്തെ ഒരു പരിപാടി ഇടിയില്ല. PR KR ഇടിയില്ല. ജോലി, അതായത് പഠിപ്പ് 2 കൊല്ലമായിരിക്കും, 2 കൊല്ലം സ്റ്റേ ബാക്കും ഉണ്ട്. ആ 2 കൊല്ലം സ്റ്റേ ബാക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ജോലി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കൊല്ലത്തെ വർക്ക് വിസയാണ് ആദ്യം കിട്ടൽ. പിന്നെ 4 കൊല്ലത്തേക്ക് കിട്ടും. അത് പക്ഷേ ടാലൻറ്റ് പാസ്പോർട്ടാണെങ്കിൽ ഒറ്റയടിക്ക് 4 കൊല്ലം കിട്ടും. അങ്ങനെ വിസ പരിപാടി മാത്രമേ ഇടിയുള്ളൂ, അല്ലാണ്ട് PR പരിപാടിയൊന്നും ഇടിയില്ല ഒന്നാമത്. പിന്നെ ഈ 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ 10 കൊല്ലം കിട്ടും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്, വിസേൻ്റെ ഒരു പരിപാടിയായി ഇടിയില്ലു, അല്ലാണ്ട് PR ഇല്ല. അപ്പം ഇങ്ങനത്തെ തെറ്റായ ഇൻഫർമേഷൻസ് കേട്ടിട്ട് ഇങ്ങോട്ട് കയറി വരാണ്ടിരിക്കുക. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കിയിട്ട്, ഈ രാജ്യത്തിനെ പറ്റി ചോദിച്ചു മനസ്സിലാക്കി, ഇവിടുത്തെ പഠിപ്പും അതിൻ്റെ കാര്യങ്ങളിലും ചോദിച്ചു മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ മാത്രം കിട്ടിയിട്ട് വരിക.